ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും ആഷൻ ടീച്ചറിന്റെ മറ്റൊരു പുതിയ ഓൺലൈൻ ക്ലാസ്സിലോട്ട് സ്വാഗതം. മക്കളെ, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് 3ാം ക്ലാസ്സിലെ കൂട്ടുകാരുടെ ഫസ്റ്റ് ടേം എക്സാമിനേഷൻ അഥവാ മക്കളുടെ ഓണപരീക്ഷയ്ക്ക് യൂസ്ഫുൾ ആവുന്ന ഒരു ക്വസ്റ്റ്യൻ പേപ്പറും അവയ്ക്കുള്ള ഉത്തരങ്ങളുമാണ്. മക്കൾ എല്ലാവരും റെഡി ആണല്ലോ? നമ്മുടെ ഇന്നത്തെ സബ്ജക്ട് എന്ന് പറയുന്നത് ഇംഗ്ലീഷ് സബ്ജക്ട് ആണ് കേട്ടോ. ഇംഗ്ലീഷുമായി ബന്ധപ്പെടുത്തിയിട്ട് മുന്നേ നമ്മൾ കുറെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ക്ലാസ്സുകൾ കാണാത്ത കൂട്ടുകാർ തീർച്ചയായിട്ടും നമ്മുടെ ആപ്പിൽ കയറിയിട്ട് ക്ലാസ്സുകൾ കാണാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. ഓക്കെ മക്കളെ, അപ്പൊ നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ മിസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതേ രീതിയിൽ ഒരു സെക്ഷൻ മക്കൾക്ക് കംപ്ലീറ്റ് ചെയ്യാനായിട്ടുണ്ടായിരിക്കും. അവിടെ നെയിം ഓഫ് സ്റ്റുഡന്റ് എന്നുള്ളത് മക്കൾ നിങ്ങളുടെ പേരുകൾ എഴുതണം. നെയിം ഓഫ് സ്കൂൾ എന്നുള്ളത് മക്കൾ നിങ്ങളുടെ സ്കൂളിന്റെ പേര് എഴുതണം. ഡിവിഷൻ എന്നുള്ളത് മക്കൾ നിങ്ങളുടെ ക്ലാസ് ഡിവിഷൻ എഴുതണം. ഓക്കെ അല്ലേ? അപ്പൊ നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിലോട്ട് പോവാം. നോക്കിക്കേ മക്കളെ, ഇവിടെ നമുക്ക് ആക്ടിവിറ്റി 4 മുതലാണ് ഡിസ്കസ് ചെയ്യാനായിട്ടുള്ളത് കേട്ടോ. ഇതില് മുന്നത്തെ ക്വസ്റ്റ്യൻസ് എല്ലാം നമ്മൾ മുന്നേയുള്ള പാർട്ട് വീഡിയോസിൽ ചെയ്തിട്ടുണ്ട്. നോക്കിക്കേ മക്കളെ, ഇവിടെ നമുക്ക് ആക്ടിവിറ്റി 4 എ ബി എന്ന് പറഞ്ഞ 2 പാർട്ട് ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഓക്കെ, ഇത് ഓർ ക്വസ്റ്റ്യൻ ആണ് മക്കളെ. ഒന്നെങ്കിൽ കൂട്ടുകാർക്ക് 4A എന്നത് മാത്രം അറ്റൻഡ് ചെയ്താൽ മതി, അല്ലെങ്കിൽ 4B മാത്രം അറ്റൻഡ് ചെയ്താൽ മതി. ഏതെങ്കിലും ഒന്ന് മാത്രം അറ്റൻഡ് ചെയ്താൽ മതി. അപ്പൊ അങ്ങനെ ഓർ ക്വസ്റ്റ്യൻ വരുന്ന സമയത്ത് നിങ്ങളുടെ ടീച്ചർ നിങ്ങൾക്ക് അതിനായിട്ടുള്ള നിർദ്ദേശം തരും. അപ്പൊ മക്കൾ എന്ത് ചെയ്യുക, 2 സെറ്റ് ക്വസ്റ്റ്യൻസും വായിച്ചു നോക്കുക. എന്നിട്ട് മക്കൾ കൂടുതൽ ഈസി ആയിട്ട് ഏതാണോ തോന്നുന്നത് അത് അറ്റൻഡ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. ഓക്കെ അല്ലേ മക്കളെ? This activity has 2 parts, A and B. Attempt any one. ഓക്കെ, നിങ്ങളോട് പ്രത്യേകം അവിടെ പറയുന്നുണ്ട് ആ ആക്ടിവിറ്റിയിൽ 2 പാർട്ട് ഉണ്ട്, എയും ബിയും ഏതെങ്കിലും ഒന്ന് അറ്റൻഡ് ചെയ്യാൻ. നോക്കിക്കേ മക്കളെ, 4A എന്താണ്? തോട്ട് എഴുതാനാണ് കേട്ടോ. ക്വസ്റ്റ്യൻ ഇതാണ് മക്കളെ. സഷ ആൻഡ് നവീൻ gifted a picture story book to Kabita. She received the book with a smile. Write down the thoughts of Kabita at that time. എന്താണ് ഇപ്പൊ മിസ് എത്തിയിട്ടുള്ളത് മക്കളെ? നിങ്ങൾക്കായിട്ടുള്ള ഓണത്തിന്റെ ഒരു സ്പെഷ്യൽ ഓഫറുമായിട്ടാണ് കേട്ടോ. മറ്റൊന്നുമല്ല മക്കളെ, നമ്മുടെ ഓണം പ്രമാണിച്ച് നമ്മുടെ ആപ്പിലുള്ള എല്ലാ ക്ലാസ്സുകളും കൂട്ടുകാർക്ക് വെറും 610 രൂപയ്ക്കാണ് ഇനിയുള്ള ഒരു വർഷക്കാലത്തേക്ക് അവൈലബിൾ ആക്കി തരാനായിട്ട് പോകുന്നത് കേട്ടോ. ഓക്കെ മക്കളെ, അപ്പൊ അഡ്മിഷൻ എടുക്കാൻ താല്പര്യമുള്ള കൂട്ടുകാരുണ്ടെങ്കിൽ വേഗം തന്നെ ദാ ഇവിടെ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യുക കേട്ടോ. ലിമിറ്റഡ് സീറ്റിലേക്ക് മാത്രമാണ് മക്കളെ നമ്മൾ ഈ ഒരു ഓഫർ കൊടുക്കുന്നത്. അപ്പൊ വേഗം തന്നെ എന്ത് ചെയ്യുക, സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യുക കേട്ടോ. നമ്മുടെ ആപ്ലിക്കേഷൻ ത്രൂ ആയിരിക്കും കൂട്ടുകാർക്ക് നിങ്ങളുടെ സിലബസ് ബേസ്ഡ് ആയിട്ടുള്ള 1 മുതൽ 7ാം ക്ലാസ് വരെയുള്ള കൂട്ടുകാർക്കായിട്ടുള്ള ട്യൂഷൻ ക്ലാസ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പൊ വേഗം തന്നെ മക്കളെ മറക്കാതെ ഈ ഒരു നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യുക. ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്താണ്, വെറും 610 രൂപയ്ക്കാണ് ഒരു വർഷത്തേക്ക് മക്കൾക്ക് 1 മുതൽ 7ാം ക്ലാസ് വരെയുള്ള നിങ്ങളുടെ സിലബസ് ബേസ്ഡ് ട്യൂഷൻ ക്ലാസ്സുകൾ അവൈലബിൾ ആവാനായിട്ട് പോകുന്നത്. മക്കളെ പറഞ്ഞിട്ടുള്ളത്, നമ്മുടെ സഷയും നവീനും കൂടി എന്ത് ചെയ്തു, നമ്മുടെ കവിതയ്ക്ക് ഒരു ഗിഫ്റ്റ് കൊടുത്തു. എന്ത് ഗിഫ്റ്റാ കൊടുത്തിട്ടുള്ളത്? ഒരു പിക്ചർ സ്റ്റോറി ബുക്കാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത് അല്ലേ. നോക്കിക്കേ, അവള് ചിരിച്ചുകൊണ്ട് എന്ത് ചെയ്തു, ഇവർ തന്നിട്ടുള്ള ഒരു ഗിഫ്റ്റ് റിസീവ് ചെയ്തു അല്ലെ. ആ സമയത്ത് നമ്മുടെ കവിതയ്ക്ക് ഉണ്ടായ തോട്ടുകൾ എന്തൊക്കെയാണെന്ന് എഴുതാനാണ് മക്കളടുത്ത് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ അല്ലേ മക്കളെ? അപ്പൊ ആരുടെ തോട്ടാണ്? കവിതയുടെ തോട്ടാണ്. അപ്പൊ നിങ്ങൾ ആദ്യം എന്ത് മനസ്സിൽ ഇമാജിൻ ചെയ്യാം മക്കളെ? നിങ്ങളാണ് ആര്? കവിത. നിങ്ങൾക്കാണ് എന്ത് കിട്ടിയിട്ടുള്ളത്? ഒരു പിക്ചർ സ്റ്റോറി ബുക്ക് കിട്ടിയിട്ടുള്ളത് അല്ലെ. നിങ്ങൾക്ക് പഠിക്കാനൊക്കെ ഒത്തിരി ഇഷ്ടമുള്ള ആളാണ്. ആ സമയത്താണ് നിങ്ങൾക്ക് സഷയും നവീനും വന്നിട്ട് എന്ത് കൊണ്ടുതരുന്നത് മക്കളെ? ഒരു പിക്ചർ സ്റ്റോറി ബുക്ക് കൊണ്ടുതരുന്നത്. എന്തായിരിക്കും നിങ്ങൾ അപ്പം ചിന്തിച്ചിട്ടുണ്ടായിരിക്കുക? ആ ഒരു മൈൻഡിൽ വേണം മക്കള് ആൻസർ ചെയ്യാനായിട്ട്. നോക്കിക്കേ മക്കളെ, ഹോ ഈസ് ദിസ് ബ്യൂട്ടിഫുൾ സ്റ്റോറി ബുക്ക് റിയലി ഫോർ മീ? I cannot believe my eyes. എന്താ മക്കളെ പറയുന്നത്? ഓ ഈസ് ദിസ് ബ്യൂട്ടിഫുൾ സ്റ്റോറി ബുക്ക് റിയലി ഫോർ മീ? ഇത്രയും ഭംഗിയായിട്ടുള്ള ഈ സ്റ്റോറി ബുക്ക് ശരിക്കും എനിക്ക് തന്നെയാണോ? I cannot believe my eyes. എനിക്ക് എന്റെ കണ്ണുകളെ വിശ്വസിക്കാനേ പറ്റുന്നില്ല. സഷ ആൻഡ് നവീൻ ആർ സോ കൈൻഡ് ആൻഡ് ഫ്രണ്ട്ലി അല്ലേ. നമ്മുടെ സഷയും നവീനൊക്കെ ഒരുപാട് ഫ്രണ്ട്ലി ആണെന്നാണ് അവൾ ചിന്തിക്കുന്നത്. ഐ വാസ് ജസ്റ്റ് സ്റ്റാൻഡിങ് ഔട്ട്സൈഡ് ദർ ക്ലാസ് റൂം ആൻഡ് ലിസണിങ് ടു ദി ക്ലാസ്. ഞാൻ എന്ത് മാത്രമേ ചെയ്തിട്ടുള്ളൂ? ഞാൻ അവരുടെ ക്ലാസ്സിന് പുറത്ത് വെറുതെ ഒന്ന് നിന്നിട്ട് ക്ലാസ് നന്നായിട്ട് ശ്രദ്ധിക്കുക മാത്രമേ ചെയ്തിട്ടുള്ളൂ അല്ലേ. ഐ നെവർ തോട്ട് they would come to my home with a gift. എന്താ പറഞ്ഞത്? I never thought they would come to my home with a gift. ഞാൻ ഒരിക്കലും തന്നെ എന്ത് വിചാരിച്ചില്ല മക്കളെ, അവര് എന്റെ വീട്ടിലോട്ട് വരുമെന്നോ എനിക്കൊരു ഗിഫ്റ്റ് തരുമെന്നോ ഉള്ള കാര്യം ഞാൻ ഒരിക്കലും തന്നെ എന്ത് ചെയ്തിട്ടില്ല, വിചാരിച്ചിട്ടില്ല അല്ലെ. The picture in this book are so colorful and nice. എന്താ മക്കളെ പറഞ്ഞത്? The pictures in this book are so colorful and nice. ഈ ഒരു ബുക്കിലുള്ള പിക്ചേഴ്സ് ഒക്കെ എന്താണ് മക്കളെ? നല്ല കളർഫുൾ ആയിട്ടുള്ള പിക്ചേഴ്സ് ആണ് അല്ലെ. I always wanted a story book like this. എനിക്ക് ഇതുപോലെ ഒരു സ്റ്റോറി ബുക്ക് വേണമായിരുന്നു അല്ലെ.
ഐ ആം വെരി ഹാപ്പി ആൻഡ് ഗ്രേറ്റ്ഫുൾ ടു മൈ ന്യൂ ഫ്രണ്ട്സ്. എന്താ മക്കളെ പറഞ്ഞത്? ഐ ആം വെരി ഹാപ്പി, ഞാൻ ഒത്തിരി സന്തോഷത്തിലാണ്. ഓക്കെ അല്ലേ മക്കളെ? അപ്പൊ ഇത്രയും കാര്യങ്ങളൊക്കെ നമ്മുടെ കവിത ചിന്തിച്ചിട്ടുണ്ടായിരിക്കുക. അപ്പൊ ഇതാണ് കൂട്ടുകാര് അവിടെ അതിന് ആൻസർ ആയിട്ട് കൊടുക്കേണ്ടത്. ഓക്കെ അല്ലേ മക്കളെ? ഓക്കെ അല്ലേ? നമുക്ക് അടുത്തൊരു ആക്ടിവിറ്റിയിലോട്ട് പോവാം മക്കളെ. 4B കോൺവെർസേഷൻ ആണ് മക്കളെ. നോക്കിക്കേ. സഷ ആൻഡ് നവീൻ ഗിഫ്റ്റഡ് എ സ്റ്റോറി ബുക്ക് ടു കവിത ആൻഡ് വെന്റ് ഹോം. Kavita's mother noticed the book. Complete the conversation between Kavita and her mother. എന്താ മക്കളെ പറഞ്ഞത്? നമ്മുടെ കവിതയ്ക്ക് സഷയും നവീനും കൂടി ഒരു സ്റ്റോറി ബുക്ക് കൊടുത്തല്ലോ. അവൾ അതെന്ത് ചെയ്തു? അതും കൊണ്ട് വീട്ടിലേക്ക് പോയില്ലേ? അപ്പോഴാണ് കവിതയുടെ അമ്മ ഒരു കാര്യം ശ്രദ്ധിച്ചത്. അവളുടെ കയ്യില് ആ ഒരു ബുക്ക് ഉള്ളത് ശ്രദ്ധിച്ചത് അല്ലേ? അപ്പം ആ ഒരു സമയത്ത് നമ്മുടെ കവിതയുടെ അമ്മയും കവിതയും തമ്മിലുള്ള കോൺവെർസേഷൻ ആണ് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഫസ്റ്റ് ഡയലോഗ്, മദറിന്റെ ഒരു ഫസ്റ്റ് ഡയലോഗ് നമുക്ക് അവിടെ തന്നിട്ടുണ്ട്. എന്താ മക്കളെ? കവിത, വാട്ട് ഈസ് ഇൻ യുവർ ഹാൻഡ്? കവിത, എന്താണ് നിന്റെ കയ്യിലുള്ളത് എന്ന് ചോദിച്ചു. അപ്പൊ കവിത എന്തായിരിക്കും മക്കളെ പറയാ? അതൊരു പിക്ചർ സ്റ്റോറി ബുക്കാണ് എന്ന് പറയൂലേ. അടുത്തത് എന്തായിരിക്കും കൂട്ടുകാരെ? നിങ്ങൾക്ക് വെറും 10 ദിവസം കൊണ്ട് ഹിന്ദി പഠിക്കാൻ ആഗ്രഹമുണ്ടോ? എങ്കിൽ താല്പര്യമുള്ള മക്കളൊക്കെ വേഗം സ്ക്രീനിൽ കാണുന്ന ഈ ഒരു നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്തോളൂ കേട്ടോ. വെറും 210 രൂപയ്ക്കാണ് നമ്മൾ ഈ ഒരു 10 ദിവസത്തെ കോഴ്സ് കൂട്ടുകാർക്കായിട്ട് പ്രൊവൈഡ് ചെയ്യുന്നത്. ഏതൊരു ചെറിയ ക്ലാസ്സിലുള്ള കുട്ടികളായാലും അതുപോലെ തന്നെ വലിയ ക്ലാസ്സിലുള്ള കുട്ടികളായാലും എല്ലാവർക്കും ഒരേപോലെ യൂസ് ചെയ്യാവുന്ന ക്ലാസ്സുകളാണ് നമ്മൾ ഈ 10 ഡേയ്സ് കോഴ്സിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് കേട്ടോ. അപ്പൊ വേഗം തന്നെ മക്കളെ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യുക. ഇന്ത്യയുടെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മുതൽ നമ്മൾ ഈ ഒരു കോഴ്സിൽ നിങ്ങൾക്കായിട്ട് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. അമ്മ ചോദിക്കണ്ടായിരിക്ക, ആരാ നിനക്കത് തന്നത് എന്ന് ചോദിക്കൂലേ? ഓക്കെ, അപ്പൊ നമ്മുടെ കവിത എന്ത് പറയും? ആരാ തന്നത് എന്ന് വേണമെങ്കിൽ അവർ പറയില്ലേ? ശശിയും നവീനും ആണ് തന്നത് എന്നൊക്കെ ചോദിക്കൂലേ? പിന്നീട് അമ്മ എന്ത് ചോദിക്കാം? അവരെവിടെയുള്ളതാണെന്ന് ചോദിക്കാം, അല്ലെങ്കിൽ അവർ നിന്റെ കൂട്ടുകാരാണോ എന്ന് ചോദിക്കാം അല്ലെ? അങ്ങനെ പല ക്വസ്റ്റ്യൻസും. അത് മക്കളുടെ ഇമാജിനേഷൻ അനുസരിച്ചാണ് മക്കൾ അവിടെ എന്ത് ചെയ്യേണ്ടത്? ആ ഒരു കോൺവെർസേഷൻ കംപ്ലീറ്റ് ചെയ്യേണ്ടത്. ഓക്കെ അല്ലേ മക്കളെ? അപ്പൊ മിസ് അവിടെ ചെറിയൊരു മോഡൽ കൊടുത്തിട്ടുണ്ട്, നമുക്ക് ജസ്റ്റ് ഒന്ന് വായിക്കാം. മദർ, Kavita, what is in your hand? Kavita, mother, it is a picture story book. Mother, wow, who gave you this book? ആരാ നിനക്ക് ഈ ബുക്ക് തന്നത്? Kavita, my friends Sasha and Naveen gave it to me. ആരാ തന്നിട്ടുള്ളത്? എന്റെ കൂട്ടുകാരായിട്ടുള്ള സശയും നവീനും ആണ് ഇതെനിക്ക് തന്നത് എന്ന് പറഞ്ഞു അല്ലേ? അപ്പൊ മദർ എന്താ ചോദിക്കുന്നത്? That's wonderful. Are you happy now? നിനക്കിപ്പോ സന്തോഷായോ? നീ ഇപ്പം സന്തോഷത്തിലാണോ എന്നാണ് അമ്മ ചോദിക്കുന്നത് അല്ലേ? കവിത എന്ത് പറഞ്ഞു? Yes mother, I am very happy. എന്താ പറഞ്ഞിട്ടുള്ളത്? Yes mother, I am very happy എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ അല്ല മക്കളെ? അപ്പം കൂട്ടുകാര് നിങ്ങൾക്ക് എങ്ങനെയാണോ അവർ തമ്മിൽ സംസാരിച്ചിട്ടുണ്ടായിരിക്കുക എന്നുള്ളത് മനസ്സിൽ തോന്നുന്നു അതനുസരിച്ച് ആൻസർ ചെയ്യുക. മിസ് ഇവിടെ ഒരു മോഡൽ ആൻസർ കൊടുത്തു എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. ഓക്കെ അല്ല മക്കളെ? ദെൻ നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യനിലോട്ട് പോവാം. ഇവിടെ കൂട്ടുകാർക്ക് ആക്ടിവിറ്റി 5ലും എ പാർട്ടും ബി പാർട്ടും ഉണ്ട്. കൂട്ടുകാർക്ക് ഈസി ആയിട്ടുള്ള ഏതെങ്കിലും ഒന്ന് അറ്റൻഡ് ചെയ്താൽ മതി. ഓക്കെ മക്കളെ, 5A ഇതാണ്, ഡിസ്ക്രൈബ് ദി ഇവന്റ്സ് എന്നതാണ്. Look at the pictures. Kavita is going to school. Something happened on her way. Describe the events. നമ്മുടെ കവിത എന്ത് ചെയ്യാണ് മക്കളെ? സ്കൂളിലേക്ക് പോവാണല്ലേ? അപ്പൊ അവൾ സ്കൂളിലേക്ക് പോകുന്ന സമയത്ത് എന്തോ ഒരു കാര്യങ്ങളൊക്കെ സംഭവിച്ചിട്ടുണ്ട്. അപ്പൊ അതിലെ ചിത്രങ്ങൾ നമുക്ക് തന്നിട്ടുണ്ട്. ഓരോ ചിത്രങ്ങളും നോക്കിയിട്ട് ഇവന്റ്സ് ഡിസ്ക്രൈബ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ആദ്യം നമുക്ക് എന്ത് ചെയ്യാം മക്കളെ? എന്താണ് ചിത്രം എന്നുള്ളത് കൃത്യമായിട്ട് നോക്കാം അല്ലെ? ഒന്നാമത്തെ ചിത്രത്തിൽ നമ്മുടെ കവിത സ്കൂൾ ബാഗ് ഒക്കെ ഇട്ടിട്ട് എന്ത് ചെയ്യാണ്? റോഡിലൂടെ നടന്നു പോവാണ് അല്ലെ? രണ്ടാമത്തെ ചിത്രത്തിൽ എന്ത് കാണുന്നുണ്ട് മക്കളെ? വഴിയരികില് ഇംഗ്ലീഷ് സംസാരിക്കാൻ എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടമായിരിക്കും അല്ലേ? അപ്പൊ ഇതാ 10 ഡേയ്സിന്റെ ഒരു സ്പോക്കൺ ഇംഗ്ലീഷ് കോഴ്സുമായിട്ടാണ് മിസ് എത്തിയിട്ടുള്ളത് കേട്ടോ. 10 ദിവസത്തെ ഈ ഒരു സ്പോക്കൺ ഇംഗ്ലീഷിന് വെറും 210 രൂപ മാത്രമാണ് മക്കളെ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് വരുന്നത്. അപ്പൊ താല്പര്യമുള്ള കൂട്ടുകാർ മടിക്കാതെ തന്നെ വേഗം സ്ക്രീനിൽ കാണുന്ന ഈ ഒരു നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യുക കേട്ടോ. വളരെ ലിമിറ്റഡ് സീറ്റിലേക്ക് മാത്രമാണ് നമ്മൾ ഈ ഒരു സ്പോക്കൺ ഇംഗ്ലീഷിന്റെ ഈ ഒരു 10 ഡേയ്സ് ക്ലാസ് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പൊ താല്പര്യമുള്ള കൂട്ടുകാരൊക്കെ വേഗം തന്നെ നമ്മളുമായിട്ട് കോൺടാക്ട് ചെയ്യുക. ഇംഗ്ലീഷിലെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളും ഗ്രാമർ സെക്ഷൻസും എല്ലാം തന്നെ നമ്മൾ ഈ ഒരു കോഴ്സിലൂടെ നിങ്ങൾക്കായിട്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഒരുപാട് ക്ഷീണിച്ചു നിൽക്കുന്ന ഒരു വയസ്സായ ആളെ, ഒരു ഓൾഡ് ആയിട്ടുള്ള, അതായത് ഒരു പ്രായം ചെന്നിട്ടുള്ള ആളെ കാണുന്നുണ്ട് മക്കളെ. ദെൻ അടുത്തതിൽ എന്താണ്? അവൾ എന്താണ് തേർഡ് പിക്ചറിൽ ചെയ്യുന്നത്? അവള് അദ്ദേഹത്തിന് ഒരു ബോട്ടിൽ കൊടുക്കുകയാണല്ലേ? അവളുടെ കയ്യിലുള്ള ബോട്ടിലുള്ള വെള്ളം കൊടുക്കുകയാണ്. ദെൻ ഫോർത്ത് പിക്ചറിൽ എന്താ മക്കളെ കാണുന്നത്? അവള് അദ്ദേഹത്തെ റോഡ് മുറിച്ച് നടക്കാനോ മറ്റോ ഹെൽപ്പ് ചെയ്യുന്നതാണ് കാണുന്നത് അല്ലെ? അപ്പൊ ഇത്രയാണ് നമുക്ക് അവിടെ തന്നിട്ടുള്ള പിക്ചേഴ്സ്. ആ പിക്ചേഴ്സ് മക്കൾ എന്ത് ചെയ്യാം? നിങ്ങളുടേതായിട്ടുള്ള വേർഡ്സിൽ ഡിസ്ക്രൈബ് ചെയ്ത് എഴുതുക. ഓക്കെ അല്ലേ മക്കളെ? അപ്പൊ നോക്കിക്കേ, പിക്ചർ 1ൽ എന്താ നമുക്ക് കാണുന്നത്? One morning,
Kavita was walking to school. She was walking happily along the road. ഒരു ദിവസം കവിത എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്? സ്കൂളിലേക്ക് റോഡിലൂടെ അങ്ങ് പോയിക്കൊണ്ടിരിക്കുകയാണല്ലേ. She was walking happily along the road. റോഡിലൂടെ അവള് ഒരുപാട് സന്തോഷത്തോട് കൂടിയിട്ടാണ് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത് അല്ലെ. Then picture 2 എന്താണ് മക്കളെ? On the way she saw an old man sitting near the road. അവള് പോകുന്ന വഴിയിൽ അവൾ ആരെ കണ്ടു മക്കളെ? ഒരു ഓൾഡ് മാനെ കണ്ടു. സിറ്റിംഗ് നിയർ ദി റോഡ്, റോഡിന്റെ അരികിലിരിക്കുന്ന ഒരു ഓൾഡ് മാനെ കണ്ടു അല്ലെ. He looked very weak and tired. അദ്ദേഹത്തെ കാണാൻ എങ്ങനെയായിരുന്നു മക്കളെ? He looked very weak and tired. ഒരുപാട് ക്ഷീണിച്ച് തളർന്ന ഒരാളെ പോലെയായിരുന്നു അദ്ദേഹത്തെ കാണാനായിട്ട്. Okay, then third picture നോക്കിക്കേ മക്കളെ. കവിത went near the old man. കവിത എവിടേക്ക് പോയി? ആ ഓൾഡ് മാന്റെ അടുത്തേക്ക് പോയില്ലേ. She gave him her water bottle. എന്നിട്ട് അവൾ എന്ത് ചെയ്തു? അവളുടെ വാട്ടർ ബോട്ടിൽ അദ്ദേഹത്തിന് കൊടുത്തു. ഫോർത്ത് പിക്ചറിൽ എന്താ മക്കളെ കാണുന്നത്? കവിത helped the old man to stand up and walk. കവിത എന്ത് ചെയ്തു? ആ ഓൾഡ് മാനെ ഹെൽപ്പ് ചെയ്തു അല്ലെ. എന്തിനു വേണ്ടിയിട്ടാണ്? To stand up and walk അല്ലെ. അദ്ദേഹത്തെ എഴുന്നേൽപ്പിക്കാനും അതുപോലെ തന്നെ നടത്താനും കവിത എന്ത് ചെയ്തു മക്കളെ? ഹെൽപ്പ് ചെയ്തു. The old man thanked കവിത for her kindness. ഓൾഡ് മാന് നമ്മുടെ കവിതയോട് ഒരുപാട് നന്ദി പറഞ്ഞു അല്ലെ. ഓക്കെ അല്ലേ മക്കളെ? അപ്പം ഇത്തരത്തിൽ മക്കൾക്ക് ഇവന്റ്സ് തന്നുകൊണ്ട്, ഇമേജസ് തന്നുകൊണ്ട്, പിക്ചേഴ്സ് തന്നുകൊണ്ട് ഓരോ സിറ്റുവേഷനും എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് പറയും. ഓക്കെ, അപ്പൊ കൃത്യമായിട്ട് മക്കൾ ഓരോ ചിത്രം നോക്കുക, എന്താണ് ആ സ്റ്റോറി എന്നുള്ളത് മനസ്സിലാക്കി നിങ്ങളുടേതായിട്ടുള്ള വേർഡ്സിൽ എഴുതാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. ഓക്കെ അല്ലേ മക്കളെ? നമുക്ക് 5B പാർട്ടിലോട്ട് പോവാം. മാച്ച് ദി ഇവന്റ്സ് വിത്ത് ദി പിക്ചേഴ്സ്. ഇവിടെ നമുക്ക് ഇവന്റ്സ് തന്നിട്ടുണ്ട്, അതുപോലെ ഇവിടെ നമുക്ക് പിക്ചേഴ്സ് തന്നിട്ടുണ്ട്. നേരത്തെ നമ്മൾ എന്താ ചെയ്തിട്ടുണ്ടായിരുന്നത്? ഓരോ പിക്ചറിന്റെയും ഇവന്റ്സ് നമ്മൾ സ്വയം എഴുതാണ് ചെയ്തിട്ടുള്ളത് അല്ലെ. ഇവിടെ നമുക്ക് എന്ത് തന്നിട്ടുണ്ട് മക്കളെ? ഇമേജും തന്നിട്ടുണ്ട്, ഇവന്റ്സും തന്നിട്ടുണ്ട്. ഓരോ ഇമേജിനും മാച്ച് ചെയ്തിട്ടുള്ള ഇവന്റ് ജസ്റ്റ് മക്കള് പിക്ക് ഔട്ട് ചെയ്ത് എഴുതിയാൽ മതി. നോക്കിക്കേ മക്കളെ, ലുക്ക് അറ്റ് ദി pictures. The events related with them are given below in jumbled order. Write the events below the picture properly. അതായത് ഓരോ പിക്ചറിന് താഴെയും ഇവിടെ തന്നിട്ടുള്ള ജംബിൾഡ് ഓർഡറിൽ, അതായത് ക്രമം തെറ്റിച്ച് തന്നിട്ടുള്ള ഇവിടെ നിന്ന് സെലക്ട് ചെയ്ത് ഇവന്റ്സിൽ നിന്ന് സെലക്ട് ചെയ്ത് എഴുതാനാ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ നമുക്ക് ആദ്യം പിക്ചർ ഒന്ന് ജസ്റ്റ് നോക്കാം മക്കളെ. ആദ്യത്തെ നമുക്ക് തന്നിട്ടുണ്ട്, ഓൺ ഹിസ് വേ ബാക്ക് ഹോം നവീൻ സോ എ മാംഗോ ട്രീ വിത്ത് ജ്യൂസി മാംഗോസ്. അതായത് നമ്മുടെ നവീൻ എന്ത് ചെയ്യാണ്? വീട്ടിലേക്ക് തിരിച്ചു പോവാണല്ലേ. ഇപ്പൊ മിസ് എത്തിയിട്ടുള്ളത് മക്കളെ നിങ്ങൾക്കായിട്ടുള്ള ഓണത്തിന്റെ ഒരു സ്പെഷ്യൽ ഓഫറുമായിട്ടാണ് കേട്ടോ. മറ്റൊന്നുമല്ല മക്കളെ, നമ്മുടെ ഓണം പ്രമാണിച്ച് നമ്മുടെ ആപ്പിലുള്ള എല്ലാ ക്ലാസ്സുകളും കൂട്ടുകാർക്ക് വെറും 610 രൂപയ്ക്കാണ് ഇനിയുള്ള ഒരു വർഷക്കാലത്തേക്ക് അവൈലബിൾ ആക്കി തരാനായിട്ട് പോകുന്നത് കേട്ടോ. ഓക്കെ മക്കളെ, അപ്പൊ അഡ്മിഷൻ എടുക്കാൻ താല്പര്യമുള്ള കൂട്ടുകാരുണ്ടെങ്കിൽ വേഗം തന്നെ ദാ ഇവിടെ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യുക കേട്ടോ. ലിമിറ്റഡ് സീറ്റിലേക്ക് മാത്രമാണ് മക്കളെ നമ്മൾ ഈ ഒരു ഓഫർ കൊടുക്കുന്നത്. അപ്പൊ വേഗം തന്നെ എന്ത് ചെയ്യുക? സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യുക കേട്ടോ. നമ്മുടെ ആപ്ലിക്കേഷൻ ത്രൂ ആയിരിക്കും കൂട്ടുകാർക്ക് നിങ്ങളുടെ സിലബസ് ബേസ്ഡ് ആയിട്ടുള്ള 1 മുതൽ 7ാം ക്ലാസ് വരെയുള്ള കൂട്ടുകാർക്കായിട്ടുള്ള ട്യൂഷൻ ക്ലാസ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പൊ വേഗം തന്നെ മക്കളെ മറക്കാതെ ഈ ഒരു നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യുക. ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്താണ്, വെറും 610 രൂപയ്ക്കാണ് ഒരു വർഷത്തേക്ക് മക്കൾക്ക് 1 മുതൽ 7ാം ക്ലാസ് വരെയുള്ള നിങ്ങളുടെ സിലബസ് ബേസ്ഡ് ട്യൂഷൻ ക്ലാസ്സുകൾ അവൈലബിൾ ആവാനായിട്ട് പോകുന്നത്. ആ വഴിക്ക് അവൾ എന്ത് കണ്ടു മക്കളെ? ഒരു മാംഗോ ട്രീ അല്ലെ, ഒരു മാവ് മരം കണ്ടു മക്കളെ. അതിന്റെ മുകളിൽ എന്തുണ്ട്? വിത്ത് ജ്യൂസി മാംഗോസ്. അതിന്റെ മുകളിൽ നിറയെ നല്ല മധുരമുള്ള മാമ്പഴമുണ്ട്. സെക്കൻഡ് പിക്ചറിൽ എന്താണ് മക്കളെ കാണുന്നത്? നമ്മുടെ നവീൻ ഉണ്ട്, അതുപോലെ തന്നെ അവിടെ മറ്റൊരു ലേഡി കൂടി ഉണ്ടല്ലേ, ഒരു ഓൾഡ് വുമൻ ആണ്. അവരോട് നമ്മുടെ നവീൻ എന്ത് ചെയ്യാണ്? എന്തോ ഒന്ന് സംസാരിക്കുന്നുണ്ട് അല്ലെ. തേർഡ് പിക്ചറിലോട്ട് വന്നേ, അവിടെ കൂട്ടുകാർക്ക് എന്ത് കാണാം? ആ ഒരു ഓൾഡ് വുമൻ എന്ത് ചെയ്തിട്ടുണ്ട്? ഒരു സഞ്ചിക്കകത്ത് അവന് മാങ്ങ കൊടുക്കാണ് കാണുന്നത് അല്ലെ. ദെൻ അടുത്തൊരു ചിത്രത്തിലേക്ക് നോക്കിക്കോ മക്കളെ. പിന്നീട് ഒരു ദിവസം വീണ്ടും നവീൻ ആ വഴിക്ക് വരികയാണ്. അപ്പൊ അവിടെ കുറെ ആളുകൾ എന്ത് ചെയ്യുന്നുണ്ട്? അവിടെ കൂടി നിൽക്കുന്നുണ്ട് അല്ലെ. അപ്പൊ അവൻ എന്ത് ചെയ്തു? അടുത്ത പിക്ചറിൽ നോക്കിക്കോ, അതിന്റെ അടുത്തേക്ക് പോയപ്പോ അത് ആരാണ്? ആ ഒരു ഓൾഡ് വുമൺ ആണ് അല്ലെ. ഓക്കെ, അങ്ങനെ അവൻ എന്ത് ചെയ്യാണ്? അവരെ വീണ്ടും ഒരു വണ്ടിയെല്ലാം വിളിച്ചിട്ട് അവരെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാനായിട്ട് അവന് ഹെൽപ്പ് ചെയ്യാണല്ലേ. അപ്പൊ ഇതല്ലേ നമ്മുടെ ചിത്രത്തിൽ തന്നിട്ടുള്ളത് മക്കളെ. ഇനി നമുക്ക് ഇവന്റ്സ് ഓരോന്ന് വായിച്ചു നോക്കാം.
After some days, he saw a crowd on the roadside. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം റോഡ് സൈഡിൽ കുറച്ച് ക്രൗഡിനെ കണ്ടു, അതായത് ആൾക്കൂട്ടം കണ്ടു. അത് ഏത് ചിത്രത്തിലാണ് മക്കളെ വരുന്നത്? ഏത് ചിത്രമാണ്? ഇതല്ലേ മക്കളെ, ഇതല്ലേ? അപ്പൊ അതിന് നമുക്ക് 1 എന്ന് കൊടുക്കാം. മക്കൾ അവിടെ എഴുതാൻ വേണ്ടി ജസ്റ്റ് മിസ് ഇപ്പൊ പറഞ്ഞു എന്നേ ഉള്ളൂ. Then 2, രണ്ടാമത്തെ ഒന്ന് വായിച്ചേ. He asked the old woman in the house to give him some mangoes. നവീൻ എന്ത് ചെയ്യാണ്? ഓൾഡ് വുമന്റെ അടുത്ത് കുറച്ച് മാംഗോസ് തരുമോ എന്ന് ചോദിക്കുകയാണ്. ആ ചോദിക്കുന്ന സിറ്റുവേഷൻ ഏതാ മക്കളെ? ഈ സെക്കൻഡ് ഇതല്ലേ മക്കളെ? അപ്പൊ ഇത് നമുക്ക് 2 എന്ന നമ്പർ കൊടുക്കാം അല്ലെ. ദെൻ അടുത്ത് നോക്കിക്കേ. ഹി കോൾഡ് ടാക്സി ആൻഡ് ടുക്ക് ഹർ ടു ഹോസ്പിറ്റൽ. അവന് ഒരു ടാക്സി വിളിച്ചിട്ട് അവരെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോവാണ്. അത് ഈ ഒരു ഇമേജ് അല്ലേ മക്കളെ? ഈ ഒരു ഇമേജ് അല്ലേ? ഓക്കെ, അപ്പം ഇതാണ് നമുക്ക് മൂന്നാമത്തെ ഒരു ഇമേജ് എന്ന് പറയുന്നത് അല്ലെ. മൂന്നാമത്തെ ഇവന്റ് ഇതാണ്, ഈ ഒരു ചിത്രത്തോട് മാച്ച് ചെയ്തിട്ടാണുള്ളത്. ദെൻ നെക്സ്റ്റ് നോക്കിക്കേ മക്കളെ. ഓൺ ഹിസ് വേ ബാക്ക് ഹോം നവീൻ സോ എ മാംഗോ ട്രീ വിത്ത് ജ്യൂസി മാംഗോസ്. അത് നമുക്ക് ഓൾറെഡി ഇവിടെ തന്നിട്ടുണ്ട് അല്ലെ. 4th വൺ ഇവിടെ തന്നിട്ടുണ്ട്. ദെൻ 5th വൺ ഏതാ? ഹി വാസ് ഷോക്ക്ഡ് ടു സീ ദി ഓൾഡ് വുമൺ സിറ്റിംഗ് ടയേർഡ്. അവൻ എന്ത് കണ്ടു? ഓൾഡ് വുമൺ നല്ല ടയേർഡ് ആയിട്ട് ഇരിക്കുന്നത് കണ്ടു അല്ലെ. ഇതാണ് 5ാമത്തെ സിറ്റുവേഷൻ. ദെൻ ലാസ്റ്റ് വൺ എന്താണ്? ഷീ ഗേവ് ഹിം എ ബാഗ് ഫുൾ ഓഫ് മാംഗോസ്. അവരെന്ത് ചെയ്തു? അവന് എന്ത് കൊടുത്തു മക്കളെ? ഒരു ബാഗ് ഫുള്ള് മാംഗോസ് കൊടുത്തില്ല. അത് ഏതാണ് വരുന്നത്? 6 ആണ് വരുന്നത് അല്ലെ. അപ്പൊ ഇവന്റ്സ് എല്ലാം നമ്മൾ എന്ത് ചെയ്തു? കറക്റ്റ് ചെയ്ത് എഴുതിയിട്ടുണ്ട്. ഇനി മക്കളെടുത്ത് അത് കറക്റ്റ് ഓർഡറിൽ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. ഓക്കെ, നോക്കിക്കേ. ഫസ്റ്റ് പിക്ചറിൽ നമുക്ക് ഓൾറെഡി അവിടെ തന്നിട്ടുണ്ട് അല്ലെ. ഓൺ ഹിസ് വേ ബാക്ക് ഹോം നവീൻ സോ എ മാംഗോ ട്രീ വിത്ത് ജ്യൂസി മാംഗോസ്. ദെൻ സെക്കൻഡ് പിക്ചറിൽ എന്താണ് കാണുന്നത്? അവന് ആ ഒരു ലേഡിയോട് എന്ത് ചോദിക്കുകയാണ്? മാംഗോസ് ചോദിക്കുകയാണ്. ഓക്കെ, അതല്ലേ സെക്കൻഡ് പിക്ചറിൽ കാണുന്ന മക്കളെ. ദെൻ തേർഡ് പിക്ചറിൽ എന്താണ്? ഷീ ഗേവ് ഹിം എ ബാഗ് ഫുൾ ഓഫ് മാംഗോസ്. ഓക്കെ, ദെൻ അടുത്തതോ മക്കളെ? പിക്ചർ 4 ആഫ്റ്റർ സം ഡേയ്സ് ഹി സോ എ ക്രൗഡ് ഓൺ ദി റോഡ് സൈഡ്. പിക്ചർ 5 ഹി വാസ് ഷോക്ക്ഡ് ടു സീ ദി ഓൾഡ് വുമൺ സിറ്റിംഗ് ടയേർഡ്. ദെൻ ലാസ്റ്റ് വൺ എന്താണ്? ഹി കോൾഡ് എ ടാക്സി ആൻഡ് ടുക്ക് ഹർ ടു ഹോസ്പിറ്റൽ. ക്ലിയർ ആയിട്ടുണ്ടോ മക്കളെ? ക്ലിയർ ആയിട്ടുണ്ടോ? അപ്പൊ അത് നിങ്ങൾ ജസ്റ്റ് ഇമാജിൻ. ഇംഗ്ലീഷ് സംസാരിക്കാൻ എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടമായിരിക്കും അല്ലേ. അപ്പൊ ഇതാ 10 ഡേയ്സിന്റെ ഒരു സ്പോക്കൺ ഇംഗ്ലീഷ് കോഴ്സുമായിട്ടാണ് മിസ് എത്തിയിട്ടുള്ളത് കേട്ടോ. 10 ദിവസത്തെ ഈ ഒരു സ്പോക്കൺ ഇംഗ്ലീഷിന് വെറും 210 രൂപ മാത്രമാണ് മക്കളെ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് വരുന്നത്. അപ്പൊ താല്പര്യമുള്ള കൂട്ടുകാർ മടിക്കാതെ തന്നെ വേഗം സ്ക്രീനിൽ കാണുന്ന ഈ ഒരു നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യുക കേട്ടോ. വളരെ ലിമിറ്റഡ് സീറ്റിലേക്ക് മാത്രമാണ് നമ്മൾ ഈ ഒരു സ്പോക്കൺ ഇംഗ്ലീഷിന്റെ ഈ ഒരു 10 ഡേയ്സ് ക്ലാസ് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പൊ താല്പര്യമുള്ള കൂട്ടുകാരൊക്കെ വേഗം തന്നെ നമ്മളുമായിട്ട് കോൺടാക്ട് ചെയ്യുക. ഇംഗ്ലീഷിലെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളും ഗ്രാമർ സെക്ഷൻസും എല്ലാം തന്നെ നമ്മൾ ഈ ഒരു കോഴ്സിലൂടെ നിങ്ങൾക്കായിട്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ആ ഒരു ഇമേജ് നല്ല രീതിയിൽ മക്കൾ നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് ഇവന്റ്സ് നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാവും. ഓക്കെ അല്ലേ മക്കളെ? ഓക്കെ അല്ലേ? അപ്പം ഇത്രയാണ് നമുക്ക് ഇന്നത്തെ ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ ഡിസ്കസ് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. അപ്പൊ എല്ലാവരും കൃത്യമായിട്ട് എന്ത് ചെയ്യാം മക്കളെ? നല്ല രീതിയിൽ എക്സാമിനായിട്ട് തയ്യാറെടുക്കുക കേട്ടോ. നല്ല രീതിയിൽ പഠിച്ച് മുഴുവൻ മാർക്കും സ്കോർ ചെയ്യുക കേട്ടോ. ഓക്കെ മക്കളെ, അപ്പൊ ഇന്നത്തെ ക്ലാസ് നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. അടുത്ത ദിവസം മറ്റൊരു പുതിയ സെക്ഷനുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.